ഹലോ, ഇന്ന് ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ടാലോ. അതിനായിട്ട് ഇതാ 1 കപ്പ് റവ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേ കപ്പിൽ തന്നെ 1 കപ്പ് അവിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കുക. പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് മസാല റെഡിയാക്കി എടുക്കാം. ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് അല്പം ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സബോള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സബോളയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അത് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളക് 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒത്തിരി എരിവില്ലാത്തതാണ്. പിന്നെ ചെറിയതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും പിന്നെ ചെറിയൊരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അങ്ങനെ തക്കാളി സബോളയൊക്കെ വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പച്ചമണം മാറിയതിന് ശേഷം വാങ്ങി വെക്കാം. അങ്ങനെ ഇതാ റവയും അവിലൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതാ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് മാവ്. ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് മാവൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് മാവ് എടുക്കേണ്ടത്. അങ്ങനെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ തടവിയതിന് ശേഷം ഓരോ തവി വെച്ച് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണ്. കറിയില്ലാതെ തന്നെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പം രാവിലെ മടിയുള്ള ദിവസങ്ങളിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ്. അങ്ങനെ ഇതാ മാവൊക്കെ ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുക. 10 മിനിറ്റിന് ശേഷം ഇതാ അടിപൊളി ഐറ്റം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കോരി മാറ്റാം. അങ്ങനെ ബാക്കിയുള്ളതും കൂടെ അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.